തിരുവള്ളൂർ പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്ന ഡിവൈഎഫ്ഐ കളിസ്ഥലം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടും നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല. ബോർഡ് മീറ്റിംഗിൽ അജണ്ട ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല. സർക്കാർ പദ്ധതികളോട് ഭരണസമിതി മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ പറഞ്ഞു. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ വർഷം 10 ലക്ഷം രൂപ കളിസ്ഥലം എന്നുള്ളതിനകത്ത് തിരുവള്ളൂരിലെ 14-ാം വാർഡിൽ കളിസ്ഥലം നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് യാതൊരു ഇടപെടലും, കാരണം ഭരണാധികാരിക്കും പഞ്ചായത്തിൻ്റെ കളിസ്ഥലമായതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാം എന്ന നിലയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഭരണസമിതിനകത്ത് 3 ഭരണസമിതി യോഗം കഴിഞ്ഞ് ആ യോഗത്തിന് ശേഷവും യാതൊരുവിധ ഇടപെടലും ആ വാർഡിൻ്റെ മെമ്പർ രമ്യ പുലക്കുന്നിൽ നിന്നുള്ള 14-ാം വാർഡിൻ്റെ മെമ്പർ അതിൻ്റെ ഇതിലൊരു രേഖാമൂലം പരാതി പഞ്ചായത്തിന് നൽകുന്നുണ്ടായി. ഈ പരാതി കൃത്യമായിട്ട് ബോർഡിൽ വെക്കണം, അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നും ആ അജണ്ട കൃത്യമായിട്ട് ബോർഡ് പഞ്ചായത്ത് അനുമതി കൊടുക്കണമെന്നും പറയുമ്പോൾ അത് അജണ്ടയിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. നമുക്കറിയാം, തിരുവള്ളൂർ പഞ്ചായത്തിനകത്ത് കളിസ്ഥലം, കാരണം ഇടതുപക്ഷം കഴിഞ്ഞ 20 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പെയാണ് തിരുവള്ളൂരിനകത്ത് ഒരു കളിസ്ഥലം എന്നുള്ള പള്ളിക്കുന്നിനകത്ത് പഞ്ചായത്ത് 44 സെൻറ്റ് സ്ഥലം പള്ളിക്കുന്ന് പ്രദേശത്തിനകത്ത് പഞ്ചായത്ത് വാങ്ങുന്നത്. ആ കളിസ്ഥലം വാങ്ങിയതിനു ശേഷം ഇത് ആ കളിസ്ഥലത്തിനകത്ത് കോഴിക്കോട് ജില്ല, ഇപ്പം കേരളത്തിനകത്തറിയാം എല്ലാ പഞ്ചായത്തിനകത്തും കളിക്കളം, എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള പദ്ധതി ഇടതുപക്ഷം നടപ്പിലാക്കുന്നത്. വ്യത്യസ്തമായ ഘട്ടത്തിലൂടെ, കാരണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനകത്ത് കൃത്യമായി പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് പഞ്ചായത്ത് എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരുവിധ ഫണ്ടിനകത്ത് കളിസ്ഥലത്തിന് ലഭ്യമാക്കുന്നൊരു പോരായ്മ നമുക്കറിയാം. അതിൻ്റെ റോഡിന് ഫണ്ട് വെക്കണോ, SC മേഖലത്ത് ഫണ്ട് വെക്കണം, ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കളിസ്ഥലം നിർമ്മിക്കുക എന്നുള്ള പ്രയാസമുള്ള ഒരു കാലഘട്ടം. പക്ഷേ ഇപ്പം കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഒട്ടനവധി സ്റ്റേഡിയങ്ങളായിക്കോട്ടെ, കളിക്കളങ്ങൾ ഈ കാലഘട്ടത്തിൽ 2ാം ഇടതുപക്ഷം വരുമ്പോൾ എല്ലാ പഞ്ചായത്തിനകത്തും കളിക്കളം നിർമ്മിക്കപ്പെടണം എന്ന നല്ല യുവാക്കളോട് യുവതിയുള്ള ആളുകളോട് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ തിരുവള്ളൂരിനകത്ത് ഒരു ഇടപെടലും ഈ ഭരണസമിതി എന്നുള്ളതിനകത്ത് നടത്താത്ത രീതിയിലേക്കാണ് മാറുന്നത്. നമുക്കറിയാം, മണിയൂരിനകത്ത് കളിക്കളത്തിൻ്റെ പദ്ധതിയായിട്ട് നടന്നു പോവുകയാണ്, വില്യാപ്പള്ളിക്കകത്ത് നടന്നു പോവാണ്, പുറമേരിക്കകത്ത്, അങ്ങനെ കേരളത്തിന് ഒട്ടുമിക്ക പഞ്ചായത്തിനകത്തും കളിക്കളം എന്നുള്ളതിൻ്റെ അകത്ത് ഈ രീതിയിലേക്കുള്ള ഇടപെടുമ്പോൾ തിരുവള്ളൂരിനകത്ത് യാതൊരു ഇടപെടലും. പഞ്ചായത്ത് ഒരു തട്ടിക്കു 2 വർഷം മുമ്പാണ് തിരുവള്ളൂരിന് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ കളിസ്ഥലം നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ തിരുവള്ളൂരിന് കമ്മീഷൻ അടിക്കുക. കാരണം തിരുവള്ളൂരിനകത്ത് ഒരു സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം 61,000 രൂപയ്ക്ക് വാങ്ങണം എന്ന ബോധ്യത്തോടെ അതൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി കൃത്യമായി ഇടപെട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ DYFI ഉൾപ്പെടെ ആ പരിപാടിക്കകത്ത് ഭാഗമാണ്. ആദ്യം ഞങ്ങളോട് പറയുന്നത് ഈ കളിക്കളം എന്നുള്ളതിൻ്റെ അകത്ത് അവിടെ ചെല്ലുമ്പോൾ ഇന്നൊരു സ്ഥലം നമുക്ക് വാങ്ങണം, കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അടുത്ത യോഗത്തിന് ചെല്ലുമ്പോഴെന്നാണ് പറയുന്നത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഭരണസമിതി കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്തിനകത്ത്, തിരുവള്ളൂരിനകത്ത് പൂവോട് പ്രദേശത്തിനകത്ത് കാര്യം പോകുന്ന മൊട്ടക്കോല് പാറയുടെ മുകളിലും പാറ, താഴെ പാറ, 8ഓളം കൊള്ളുകൾ, നമ്മുടെ നാട്ടിലെ കൊള്ളു നിറഞ്ഞ എകരമുള്ള ഇന്ന സ്ഥലം കണ്ടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ രീതിയിലുള്ള സ്ഥലങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാക്കാനാവില്ല. കാരണം കുഴിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 5-6 നില ബിൽഡിങ്ങിനകത്ത് കുഴിച്ചെടുക്കണം, നികത്തി കൊണ്ടുവരുവാണെങ്കിൽ ആ നിലയിലേക്ക് നികത്തി കൊണ്ടുവരേണ്ടി വരും. അതിന് മുകളിലും പാറയാണ്, താഴെ ഇതിൻ്റെ ഉള്ളിലേക്ക് പാറ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ അനുയോജ്യമല്ലാത്തൊരു സ്ഥലം ഈ തിരുവള്ളൂരിനകത്ത് കണ്ടെത്തുകയും ഇതിനെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷം എതിർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളിസ്ഥലം പള്ളിക്കുന്നിൽ വരണ്ട എന്ന, കാരണം അഴിമതി, കാരണം ഇതൊരു കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ആരും വാങ്ങാത്ത, കാരണം 61,000 രൂപ വാങ്ങാൻ പോകുന്നത് ഞാൻ അന്ന് പറഞ്ഞത്, അത് 21,000 25,000 അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 30,000 അപ്പുറത്തേക്ക് പറ്റാത്തൊരു സ്ഥലം, അതിൻ്റെ രീതിയിലേക്ക് സ്ഥലമാണ് ഇത് വാങ്ങാനുള്ള കമ്മീഷൻ അടിക്കുക എന്നുള്ളതിന്. കാരണം തിരുവള്ളൂരിനകത്ത് കോൺഗ്രസിൻ്റെ ഓഫീസില്ല, ആ ഓഫീസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷൻ കൊണ്ട് ഉൾപ്പെടുന്നത്. അങ്ങനെ ഈ രീതിയിൽ, കാരണം നാട്ടിലൊരു പിരിവെടുത്തുകൊണ്ട് നടത്തണം എന്ന തീരുമാനം അത് DYFIയും ഇടതുപക്ഷത്തിൻ്റെ അങ്ങനത്തെ അംഗങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇത് ഇതിനെക്കാട്ട് അനുയോജ്യമായ സ്ഥലം പഞ്ചായത്തിൽ കണ്ടെത്തണമെന്നതിലേക്ക് ഇടതുപക്ഷത്തിന് തീരുമാനിച്ചു. DYFI ഉൾപ്പെടെ ആ പരിപാടിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ വെറുപ്പ് വെച്ച്, കാരണം ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരുള്ള ഒരു വാർഡിനകത്ത് ഒരു കളിസ്ഥലം വരണ്ട എന്ന ബോധ്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 10 ലക്ഷം രൂപ. കാരണം ഒരു 10 ലക്ഷം രൂപ കിട്ടുമ്പോൾ നമ്മളെയൊക്കെ ഏതെങ്കിലും പേർക്ക് ഒരു 10 ലക്ഷം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി ഇപ്പോൾ 2015, 26 10 ലക്ഷം രൂപ 4 മാസത്തോളമായി നിലവിൽ ഫണ്ട് വന്നിട്ട്. പക്ഷേ അതിനുശേഷം ചേർന്ന 3 ബോർഡുകളിലോ UDF ഈ അജണ്ട വെക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവസാനഘട്ടം നടന്ന ബോർഡിലാണ് LDF മെമ്പർമാർ
ആ ഇരിക്കുന്ന ബോർഡിൽ നിന്ന് പ്രതിഷേധം അറിയിച്ച് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. പ്രൊജക്ട് നമ്പർ 387, എസ്റ്റിമേറ്റ് നമ്പർ 85,083 നമ്പറിലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിനകത്താണ് 10 ലക്ഷം രൂപ പാസ്സായിട്ട്. പക്ഷേ ഇപ്പോൾ അംഗീകാരം കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു പഞ്ചായത്തിനകത്ത് ഒരു 10 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുക. ഇന്ന് തിരുവള്ളൂർ കാണുന്നത് ബാക്കിയെല്ലാം നടന്നത് എല്ലാ ഉദ്ഘാടനം ഇന്ന് ഉൾപ്പെടെ ഇന്ന് തിരുവള്ളൂരിനകത്ത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങളിൽ തടയുന്ന രീതിയിലേക്കായി. കാരണം എസ്റ്റിമേറ്റ് പാസ്സാകാത്ത സ്ഥലം കൃത്യമായിട്ട് എടുക്കാത്ത ആളുകളെ ഉദ്ഘാടനം ചെയ്യുക. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഈ ശിലാഫലകവുമായിട്ട് തിരുവള്ളൂരിനകത്ത് ഓടി നടക്കുന്ന ശീല. എന്നിട്ട് പോലും ഈ കളിസ്ഥലം ബാക്കി എല്ലാ സ്ഥലത്തും ഉദ്ഘാടനം ചെയ്യാൻ പോവാം. മീൻ മാർക്കറ്റ് ഇങ്ങനെയുള്ള തിരുവള്ളൂരിനകത്തുള്ള എല്ലാ മേഖലയ്ക്കകത്ത് തകർക്കപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയത്. അതിലേക്ക് കാരണം തിരുവള്ളൂരിനകത്ത് എന്താണ് ഉണ്ടായത്? കാരണം 35 അംഗനവാടി 33 ഇടതുപക്ഷം ഉണ്ടാക്കിയ അംഗനവാടിയാണ്. ആ അംഗനവാടി 33 അംഗനവാടിയിൽ നിന്ന് 6 അംഗനവാടി വീടിലേക്ക് മാറ്റപ്പെട്ടു. 6 അംഗനവാടി എന്തായി? തിരുവള്ളൂരിനകത്ത് വീടിലേക്ക് മാറി. നിർമ്മിക്കപ്പെട്ട അംഗനവാടി ചാനിയങ്കടവ് അംഗനവാടി, അതായത് ഇപ്പോഴത്തെ 11 പണ്ടത്തെ 10-ാം വാർഡിനകത്ത് ചാനിയങ്കടവ് അംഗനവാടി ആ അംഗനവാടി ഇനി നിർമ്മിക്കാൻ പറ്റില്ല. കാരണം ഈ റോഡിൻ്റെ അകത്ത് പൊട്ടി വീടുന്നതിൻ്റെ ഭാഗമായിട്ട് അംഗീകാരം നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ തിരുവള്ളൂരിനകത്ത് പൂക്കോട് അംഗനവാടി ആയിക്കോട്ടെ, തിരുവള്ളൂർ ആറോള് സ്വന്തമായി കെട്ടിടമുണ്ടാക്കിയത് അംഗനവാടിക്ക്. ആ കെട്ടിടം എന്തായി? തിരുവള്ളൂരിനകത്ത് വീടിലേക്കും വീഡിയോ കോനായിലേക്കും മാറ്റപ്പെട്ടു. ഇങ്ങനെ തിരുവള്ളൂർ മീൻ മാർക്കറ്റ് തിരുവള്ളൂർ 19, കാരണം ഈ ഭരണസമിതി ഉണ്ടാകില്ല. 2019 ഇടതുപക്ഷം മെമ്പറായിരുന്ന സമയത്താണ്, അന്നത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്താണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ MLA ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് വെച്ചിട്ട് മീൻ മാർക്കറ്റ് റിപ്പയർ ചെയ്യുന്നത്. ഇന്നും തുറന്നുകൊള്ളില്ല. കഴിഞ്ഞ വി ഡി സതീശൻ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാം. പുതിയ ആൾ ഉപയോഗിക്കുന്ന പുതിയതായിട്ട് മീൻ മാർക്കറ്റ് ഉണ്ടാക്കുന്ന. പക്ഷേ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തിരുവള്ളൂരിനകത്ത് മീൻ മാർക്കറ്റ് ഉണ്ട്. അത് റിപ്പയർ ചെയ്യാൻ ഇടതുപക്ഷം ഉള്ള സമയത്ത് റിപ്പയർ ഇന്നും ഉദ്ഘാടനം ഇല്ല. തിരുവള്ളൂരിന് കുടുംബശ്രീകൾ കാരണം ഏറ്റവും കൂടുതൽ നികുതി പിരിവിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഫണ്ട് കിട്ടിയത് 1 കോടി രൂപ. ആ 1 കോടി രൂപേൻ്റെ ഭാഗമായിട്ടാണ് തിരുവള്ളൂരിനകത്ത് കുടുംബശ്രീക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ കുടുംബശ്രീ ഉണ്ടായത്. ആ മാർക്കറ്റ് ഇപ്പോഴും ഇപ്പോഴെടുത്താണ് തുറന്നത്. എന്ന് വെച്ചാൽ 5 കൊല്ലക്കാലം കേസിന് പോയി കോൺഗ്രസ്. അതിന് തിരുവള്ളൂർ ബസ് സ്റ്റാൻഡ് കേസിന് പോയി. ഇങ്ങനെയുള്ള തിരുവള്ളൂരിനകത്ത് എല്ലാ വികസന പ്രവർത്തനവും അട്ടിമറിച്ചതും അതിനെ കേസിനും വിജിലൻസ് ഉൾപ്പെടെ പരാതി കൊടുത്തതും UDF. അത് നടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ തിരുവള്ളൂരിനകത്ത് എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, തിരുവള്ളൂരിനകത്ത് ഒരു ചെക്കിക്കുളം ഉണ്ടായി. PW റോഡിനകത്ത് ഒരു ചെക്കിക്കുളമല്ലാതെ വേറൊരു സംവിധാനം തിരുവള്ളൂരിനകത്ത് UDF ഉണ്ടാക്കിയില്ല. ഈ കളിക്കളം എന്നുള്ളതിനകത്ത് DYFIക്ക് കൃത്യമായിട്ട്, കാരണം ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് DYFI ഇത് നടത്താതെ DYFI മുന്നോട്ട് പോകില്ല. തിരുവള്ളൂരിനകത്ത് പഞ്ചായത്ത് കമ്മിറ്റി എന്നുള്ളതിൻ്റെ അകത്ത് കൃത്യമായി ഇതിനെതിരെ പ്രക്ഷോഭങ്ങളകത്ത് DYFI ഏറ്റെടുക്കാൻ പോവാ. അതാണ് മുഴുവൻ ആളുകളോടും ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.